പണമുള്ളവനാണ് നീതി ലഭിക്കുള്ളൂ എന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ പറയാറുണ്ട്. കാരണം ആ കോടതിയിൽ പോകാനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വലിയ തുകകളാണ് വേണ്ടി വരുന്നത്. ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്നതാണ്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ. പക്ഷെ അവിടെ ചെന്നാലും ഒന്ന് അപ്പിയർ ചെയ്ത് ഒരു സാധാരണക്കാരൻ്റെ കേസ് അപ്പിയർ ചെയ്ത് അതിനൊരു എന്താ പറയുക, ഒരു നീതി ലഭിച്ചു വരുമ്പോഴേക്കും സമയം ഏറെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലാതെ എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണത്. എന്താണ് സാർ അത്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ സമയം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട ഒന്നാണ്. അതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ളൊരു കാര്യം. അപ്പോൾ എന്താ ഇപ്പം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതല്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമാണിമാർക്ക് വേണ്ടി, പ്രമുഖ അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടി, ധനമുള്ളവർക്ക് വേണ്ടി വലിയ വക്കീലന്മാർ ഹാജരാവുകയും അവർ നിർത്താതെ അവരുടെ കേസ് വാദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വാദത്തിനിടക്ക് കോടതിക്ക് മറ്റുള്ളവരുടെ കേസ് വേണ്ടത്ര ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. ഇത് ശരിയായൊരു രീതിയല്ല. ഇനി മുതൽ ഏത് വക്കീലായാലും ഏത് കൊലകൊമ്പനായാലും ശരിയാണ്, സമയക്ലിപ്തതയുണ്ട്. അയാൾ അത് എഴുതി കൊടുക്കുകയും ആ എഴുതി കൊടുക്കുന്ന സമയത്ത് ആർഗ്യുമെൻ്റ് കൺക്ലൂഡ് ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞത്. ഇത് സുപ്രീം കോടതി പറയുന്നത് ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഒരു സാധാരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവ് 23 കൊല്ലം മുൻപ് റെയിൽവേ ട്രാക്കിൽ വീണ് മരിച്ചു. അവർ കോമ്പൻസേഷന് കേസ് കൊടുത്തു. ആ കേസ് സുപ്രീം കോടതിയിലെടുത്ത് 10 കൊല്ലം അവിടെ കിടന്നു. ആ 10 കൊല്ലം ഈ കേസ് പൊടി പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചന്ദ്രചൂഡ് തീസ്ത സേത്തൽവാദിനെ ജാമ്യം കൊടുക്കാൻ വേണ്ടി പാതിരാത്രി കോടതി കൂടിയതെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇത് ശ്രദ്ധിച്ചില്ല. 10 കൊല്ലമായിട്ട് സുപ്രീം കോടതിയിൽ ഇത് കിടക്കുന്ന കാരണം ഈ സ്ത്രീ ഇത് മറക്കുകയും ചെയ്തു. അവർ ദരിദ്രയായ സ്ത്രീയാണ്. അവർക്ക് സുപ്രീം കോടതിയിൽ കേസ് വന്നു, അതെന്തോ ലീഗൽ സൊസൈറ്റി വഴി വന്നതാണ്. അപ്പോൾ ഇന്നിത് കിട്ടില്ല എന്ന് കരുതി അവരിതൊക്കെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അവസാനം അവർക്ക് 8 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി വിധിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഒരു പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കക്ഷിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമായി. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് ഇത് ഏൽപ്പിച്ച് ഇവരെ കണ്ടെത്തിയിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു. ജൂനിയർ അഡ്വക്കേറ്റ് ഈ വിലാസം തേടിപ്പോയി ഒരു ഗ്രാമത്തിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടി. അപ്പോഴാണ് വേറൊരു പ്രശ്നം, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. അങ്ങനെ ഈ ജൂനിയർ അഡ്വക്കേറ്റ് അവിടെ പോയിട്ട് ഒരു ബാങ്കിൽ പോയി ബാങ്ക് അക്കൗണ്ട് എടുത്ത് ഇവർക്ക് ഈ പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്തത് പിന്നെ ചീഫ് ജസ്റ്റിസിൻ്റെ വാചകമാണ്. നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ വാചകമാണ്. അവരുടെ കണ്ണീരിൽ നനഞ്ഞ വെളിച്ചം അതിന് പകരം വെക്കാൻ ഈ ജോലി ചെയ്ത ഒരാൾക്ക് മറ്റൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഈ പരിപാടി നടക്കില്ല. നിങ്ങൾ പ്രമാണിമാർക്ക് വേണ്ടി ഹാജരാകുന്നവരെ അവരുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുകയും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ സുപ്രീം കോടതിക്ക് പരിഗണിക്കാൻ വയ്യാത്ത സാഹചര്യം വരികയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആർഗ്യൂ ചെയ്യാൻ പോകുന്നതിന് അതിന് എത്ര സമയം വേണമെന്ന് നിങ്ങൾ മുൻകൂട്ടി എഴുതി തന്നെ. രണ്ടാമത് അദ്ദേഹം ഇതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒരു വിഭാഗമുണ്ട്. അത് ആക്ടിവിസ്റ്റുകളായ വക്കീലന്മാരാണ്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതു താല്പര്യമാണ് അവരുടെ ഇത്. അപ്പോൾ പറഞ്ഞ് അവർ നിരന്തരമായി പൊതു താല്പര്യവുമായിട്ട് വരുന്നു. ആ ഭൂഷണൊക്കെ അതിൽപ്പെട്ടതാണ്. മറ്റേ ശാന്തിഭൂഷൻ്റെ മകൻ പ്രശാന്ത് ഭൂഷൺ അതിൽപ്പെട്ടതാണ്. കാരണം നിരന്തരം ഈ പില്ലുമായിട്ട് ചെല്ലുക എന്നുള്ളതാണ്. എല്ലാ 2 കാര്യങ്ങളിലും, ഇന്ത്യയിൽ ഓരോ ദിവസവും വരുന്ന എല്ലാ 2 കാര്യങ്ങളിലും ഒന്നെടുത്തുകൊണ്ട് ഈ പൊതു താല്പര്യ ഹർജിയുമായിട്ട് അവർ വരികയും
നമ്മുടെ കോടതിയുടെ സമയത്തിൻ്റെ സിംഹഭാഗവും അവരുപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനും ഒരു പരിധിയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു വിശ്വാസം വരണ്ടേ. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസം വേണം. രാജാവാണെങ്കിൽ രാജാവിന് വിശ്വാസം മതി, ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വെക്കാം. കാരണം പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ നീതിന്യായ സങ്കേതങ്ങൾ, സ്ഥാപനങ്ങൾ ഏറ്റവും സാധാരണക്കാരന് പ്രാപ്തമാണ് എന്നൊരു ധാരണ ഉണ്ടാകണം. അതില്ല. കാരണം ഇന്ത്യയിൽ വിശേഷിച്ചും അതിന് വലിയ പ്രസക്തിയുണ്ട്. പൊതുവായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഇനിയിപ്പോൾ കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര കാലമെടുക്കും, എത്ര കഴിഞ്ഞാലാണ് അതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് പോലും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ അല്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ട് പോയതാണ്, ആ പണം കിട്ടുന്നില്ല. ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് എനിക്ക് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ മുടക്കി കഴിഞ്ഞാലായിരിക്കും 25 കൊല്ലം കഴിഞ്ഞ് ഈ പണം എനിക്ക് തിരിച്ച് കിട്ടും. അതുവരെ എനിക്ക് കിട്ടില്ല. അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് പോകുന്നത്, നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങൾക്ക് 10 ലക്ഷം തരാനുണ്ട്, ഞാൻ 5 ലക്ഷം മേടിച്ച് തരാം, ബാക്കി 5 ലക്ഷം ഞാൻ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടാ സംഘങ്ങൾ വന്നിട്ട് അത് ചെയ്യുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അത് ഒരു വശമാണ് അതിൻ്റെ. ഇപ്പോൾ നമ്മളൊരു സിനിമയെ കണ്ടില്ലേ, നിങ്ങൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, വാടകക്കാരൻ ഞാൻ ഒഴിപ്പിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിമിഷം കൊണ്ട് ഞാൻ ഒഴിപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ചെല്ലയാണ്. ശരിയാണ്, നിമിഷം കൊണ്ട് അയാൾക്ക് ഒഴിപ്പിച്ചു കൊടുക്കാൻ പറ്റും, കാരണം അയാൾ ഗുണ്ടയാണ്. അത് വാടകക്കാരനെ ഒഴിപ്പിച്ചു തരാൻ വേണ്ടി കേസിന് പോയി കഴിഞ്ഞാൽ എന്ത് തീരും? കേസ് കൊടുത്ത് അതിൻ്റെ വിചാരണ തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 5 കൊല്ലം 6 കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സ്ഥാപനം നമ്മുടെ വീട് നമുക്ക് തിരിച്ചു കിട്ടുക. അതുവരെ കിടന്നത് നശിച്ച് നാറാണക്കല്ല് കുത്തിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നീതിന്യായ സംവിധാനത്തിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ സമയമെടുക്കുന്ന ഒരു നീതിന്യായ നിർവഹണ സംവിധാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്ര സമയമാണ് ഇതിനകത്ത് എടുക്കാറുള്ളത്. ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത്. കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ കെട്ടിക്കിടന്ന കേസാണ് 23 കൊല്ലമായി. ഒരു സാധു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചിട്ട്, അവർക്ക് വേറെ ആരുമില്ല, ഭർത്താവ് മരിച്ചിട്ട് അവർക്ക് ഇങ്ങനെ പോയിട്ട് പറയാനും ആരില്ല. അവർക്ക് അതിൻ്റെ ന്യായമായി ലഭിക്കേണ്ട അവർക്ക് നീതി കിട്ടാൻ 23 കൊല്ലം എടുത്തു. അതിനിടയിലാണ് ടീറ്റ സെത്തൽവാദിന് വേണ്ടി ഇൻസ്റ്റൻറ്റ് നീതി കൊടുക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇറങ്ങുന്നത്. ഇത് സുപ്രീം കോടതിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ധാരണയുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു വലിയ നിരീക്ഷണം നമ്മുടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതികളിൽ എപ്പോഴും പണക്കാരന് കൂടുതൽ നീതി കിട്ടുന്നു, പാവപ്പെട്ടവനത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്ത് അന്ന് ഇങ്ങനെയൊന്നും ജുഡീഷ്യറിയെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ജുഡീഷ്യറിയാണ് ഇന്ന് അതിൽ നിന്നൊക്കെ താഴെ വന്നിട്ട് ഇതിങ്ങനെ പറ്റില്ല, നിങ്ങൾ പ്രമാണിമാർക്ക് വേണ്ടി വന്നിട്ട് ആ പ്രമാണിമാർക്ക് വേണ്ടി നിങ്ങൾ ആർഗ്യൂ ചെയ്ത് സമയം മുഴുവൻ എടുക്കുന്നത്. ഞാനിത് ഇടയ്ക്ക് ഇപ്പോൾ ഈ ഓൺലൈൻ ആയതുകൊണ്ട് ഇത് ലൈവ് വരാറുണ്ട് സുപ്രീം കോടതിയിൽ. അപ്പോൾ പ്രധാനപ്പെട്ട കേസുകളൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ലൈവ് കാണാറുണ്ട് ഞാൻ. ആ ലൈവ് കാണുമ്പോഴാണ് എന്തോരു വിഡ്ഢിതങ്ങളാണ് നമ്മുടെ പ്രമുഖരായ പല വക്കീലന്മാരും പറയണതെന്നറിയാമോ. മിലോഡ് 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 എന്ന് പറയും എന്നല്ലാണ്ട് ബാക്കിയൊക്കെ വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം പറയുന്നതിന് വിരുദ്ധമായിട്ട് രണ്ടാമത് പറയുന്നതിനോട് യോജിക്കാത്ത കാര്യം മൂന്നാമത് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഇത് ഏതാണ് നിയമം, ഏതാണ് അതിൻ്റെ കാര്യമെന്ന് പോലും അറിയാത്ത വിധത്തിൽ സുപ്രീം കോടതിയിൽ ആർഗ്യുമെൻറ്റ്സ് നടക്കാറുണ്ട്. ഇത്തരത്തിൽ ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നു കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയം കോടതിയുടെ വിലപ്പെട്ട സമയം അപഹരിക്കുകയാണ്. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല വേറൊരു ഉദാഹരണമാണ് വൈസ് ചാൻസലർ ആര് നിയമിക്കണം. ഇപ്പോൾ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ നിയമിക്കാനായിട്ട് ഈ രാജ്യത്ത് നിയമമുണ്ട്. അതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ UGC ആക്ട്. ആ
ആ UGC ആക്ട് പ്രകാരം UGC ചട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടങ്ങളും പാർലമെൻറ്റിന് അംഗീകാരമുള്ളതാണ്. ആ പാർലമെൻറ്റിൻ്റെ അംഗീകാരമുള്ള നിയമവും ചട്ടവും ഉണ്ടായിരിക്കെ അതുപ്രകാരം നിങ്ങൾ വൈസ് ചാൻസലറെ വെക്കൂ എന്നാണ് പറയേണ്ടത്. അതിന് പകരം എന്താ കോടതി ചെയ്യണത്? റിട്ടയർ അടുത്തും പറ്റി പിരിഞ്ഞു പോയ ഒരു ജഡ്ജിയെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് വൈസ് ചാൻസലർ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു വളരെ നിയമപരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 1000-ലേറെ വരുന്ന സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിയമം അപ്രസക്തമായോ? അത് അപ്രസക്തമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയില്ല. പക്ഷേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രഗത്ഭരായി, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഗവർണറാണ്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായ ലോയേഴ്സാണ് പോയി നിൽക്കുന്നത്. അവരൊരു അപ്പിയറൻസിന് 25 ലക്ഷം 30 ലക്ഷം രൂപയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരു അപ്പിയറൻസിന് 25 ലക്ഷം 30 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലന്മാരവിടെ പോയി നിന്നിട്ട് അവർ കോടതിയുടെ സമയം ഈ കാര്യത്തിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. അതിനി പറ്റില്ല എന്നുള്ള സുപ്രധാനമായ ഒരു തീരുമാനമാണ് ആരെടുത്തിരിക്കുന്നത്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എടുത്തിരിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഇതിങ്ങനെ തന്നെ വേണം. സാധാരണക്കാരനും കോടതിയിൽ കയറണ്ടേ? ഇത് പോയി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തുലഞ്ഞതോടുകൂടി. ഒരു കേസിന് പോയി കഴിഞ്ഞാൽ 9 കേസ് വരും. അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ഒരു കാര്യത്തിലും പലപ്പോഴും ഒരു കാര്യത്തിലും സുവ്യക്തമായ ഒരു വിധി ഉണ്ടാകില്ല. ആവണക്കെണ്ണ കടവിറങ്ങിയ പോലെയാണ്, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. എന്താണിത് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പോൾ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടി വീണ്ടും കോടതിയിൽ പോകണം. അതിനെടുക്കും പിന്നെ 2 കൊല്ലം. അപ്പോൾ നീതി എന്നിട്ട് എന്തു പറയും? വൈകി എത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണെന്ന് ഇവരിറക്ക് പറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് നീതി ഒരിക്കലും സമയത്ത് കിട്ടുകയില്ല. അപ്പോൾ സമയത്തിന് നീതി നിർവഹണം നടത്തണം എന്ന ലക്ഷ്യം കൂടി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഈ പ്രഖ്യാപനത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ നിയമം ഈ ജനുവരി തുടങ്ങി നടപ്പിലാകുകയാണ്. അപ്പോൾ ഇനി ജനുവരി 1-ാം തീയതി തുടങ്ങി കോടതിയിലേക്ക് എത്തുന്നവർക്ക് ഇതൊക്കെ ബാധകമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.